അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫതുഹുൽ മുഈനിലെ ഫസ്ലുൻ ഫിൽ ഖസ്മി വൻ നുഷൂസി എന്നുള്ള ഭാഗമായിരുന്നു നമ്മൾ ഓതിക്കൊണ്ടിരുന്നത്. അതിൽ ഖസ്മ് എന്നാൽ എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് എങ്കിൽ ഓരോ ഭാര്യമാരോടൊപ്പവും സഹവസിക്കാനുള്ള നിശ്ചിത സമയം നിർണയിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഖസ്മ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിർണയിച്ചു കൊടുത്താൽ മാത്രം പോരാ, മറിച്ച് അതേ സമയങ്ങളിൽ അതേ ഭാര്യമാരുടെ അടുത്ത് ഇവൻ ചിലവഴിക്കുക കൂടി വേണം. ഓക്കെ, അതായത് ഖദീജയ്ക്ക് വേണ്ടിയിട്ട് നിർണയിക്കപ്പെട്ടിട്ടുള്ള ദിവസം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്തിട്ട് ആയിഷയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, എന്നിരുന്നാലും അല്പം ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തു ചെയ്യാവുന്നതാണ്, കുറഞ്ഞ സമയങ്ങളിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാവുന്നതാണ് എന്നതാണ് അടുത്തത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. വലഹു ഐലി സൗജി, ഭർത്താവിന് ജായിസാണ്. ദുഖൂലുൻ ഫീ ലൈലിൻ ലിവാഹിദത്തിൻ, ഒരു സ്ത്രീക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട രാത്രിയിൽ പ്രവേശിക്കാവുന്നതാണ്, ഖദീജയുടെ രാത്രിയിൽ പ്രവേശിക്കാവുന്നതാണ്. അലാ സൗജത്തിൻ ഉഖറ, മറ്റു ഭാര്യയുടെ മേൽ, അതായത് ആയിഷയുടെ അടുത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ലിളറൂറത്തിൻ, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ലാ ലിഗൈരിഹ, അല്ലാതെ വെറുതെ കൊഞ്ചു കുഴയാൻ വേണ്ടിയിട്ടല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂവെന്നർത്ഥം. ഏതുപോലെ കമറലിഹൽ മഖൂഫി, ആ ആയിഷയുടെ മഖൂഫായിട്ടുള്ള രോഗം പോലെ. മഖൂഫായ രോഗമെന്നാൽ സാധാരണഗതിയിൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന രോഗത്തിനാണ് പറയുക. വലൗ ലന്നൻ, അത് ഇവൻ്റെ ഭാവനയാൽ മഖൂഫായാലും വേണ്ടില്ല. അതായത് ആയിഷ ഇപ്പോൾ കിടപ്പിലാണ്, ആയിഷയുടെ ഈ രോഗം കൊണ്ട് അവൾ മരിച്ചേക്കുമോ എന്നുള്ള ഒരു പേടി ഈ ഭർത്താവിനുണ്ട് എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഖദീജയുടെ ദിവസമാണെങ്കിലും കുറഞ്ഞ സമയം എന്ത് ചെയ്യാം, ആയിഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, നമ്മളിവിടെ രാത്രിയെക്കുറിച്ചാണ് പറഞ്ഞതല്ലേ, ദുഖൂലുൻ ഫി ലൈലിൻ എന്നാണ് പറഞ്ഞത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ എല്ലാവരുടെയും ജോലി സമയം എപ്പോഴായിരിക്കും, പകൽ സമയങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഖസമിൻ്റെ അസ്വലായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. ഓക്കെ, സാധാരണഗതിയിൽ ഭാര്യമാരോട് സഹവസിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ജിമാകളൊക്കെ ഉണ്ടാവാറുള്ളത് രാത്രി സമയങ്ങളിലായതിനാലാണ് ഇവിടെ ലൈലിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ വിരളമായിട്ട് ചില ആളുകളുടെ ജോലി സമയം എപ്പോഴായിരിക്കാം, രാത്രിയായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വലായിട്ട് പരിഗണിക്കുന്നത് പകൽ സമയത്തായിരിക്കും. ഓക്കെ, ഏതായാലും ഇവിടെ ലൈല് എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഒരാൾ, അതായത് രാത്രി അസ്വലായിട്ട് നിൽക്കുന്ന ഒരാൾ പകൽ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ, മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ സ്ത്രീക്കും ഏറ്റവും കുറഞ്ഞത് എന്തു ചെയ്യണം, ഒരു രാത്രിയെങ്കിലും ഖസ്മിനായിട്ട് നിർണയിച്ചു കൊടുക്കണം എന്നൊക്കെ ഇനി വരുന്നുണ്ട്. ഏതായാലും ആ ഒരു രാത്രിക്ക് മുമ്പോ ശേഷമോ ഉള്ള പകൽ കൂടി ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഞായറാഴ്ച കഴിഞ്ഞുള്ള രാത്രിയാണ് ഖദീജക്ക് ഉള്ളത് എങ്കിൽ വേണമെങ്കിൽ ആ ഞായറാഴ്ച പകലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച പകലോ കൂടി എന്ത് ചെയ്യാവുന്നതാണ്, ഖദീജക്ക് വേണ്ടിയിട്ട് നിർണയിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏത് പകലാണ് എന്ന് ആദ്യമേ നിശ്ചയിച്ചിരിക്കണം. ഓക്കെ, ഇനി ഈ പകലിൽ, ഖദീജക്കുള്ള പകലിൽ എന്ത് ചെയ്യാമോ, ആയിഷയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, വലഹു ദുഖൂലുൻ ഫീ നഹാരിൻ, ഒരു സ്ത്രീക്ക് നിർണയിച്ചിട്ടുള്ള പകലിൽ മറ്റൊരു സ്ത്രീയുടെ മേൽ ഇവന് പ്രവേശിക്കാവുന്നതാണ്. ലിഹാജത്തിൻ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എങ്കിൽ. ഓക്കെ, ലറൂറത്താവണമെന്നില്ല, ഹാജത്തിന് തന്നെ പ്രവേശിക്കാവുന്നതാണ്. ഏതുപോലെ കവളഇ മതാഇൻ, എന്തെങ്കിലും ഒരു ചരക്ക് അവരുടെ വീട്ടിൽ വെക്കാനുണ്ട്. ഔ അഖദിഹി, അല്ലെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും ഒരു സാധനം എടുക്കാനുണ്ട്. വഅയാദത്തിൻ, അല്ലെങ്കിൽ രോഗിണിയായിട്ടുള്ള മറ്റേ ഭാര്യയെ ഒന്ന് സന്ദർശിക്കാനാണ്. വ തസ്ലീമി നഫഖത്തിൻ, അല്ലെങ്കിൽ അവർക്കുള്ള ചെലവ് ഏൽപ്പിച്ചു കൊടുക്കാനാണ്. വ തഅറുഫി ഖബറിൻ, അല്ലെങ്കിൽ കുശലാന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, പകൽ സമയത്ത് ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. അതുതന്നെ ബിലാ ഇത്താലത്തിൻ ഫീ മുക്സിൻ. ഓക്കെ, കടക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മുഴുവൻ സമയവും ആയിഷയുടെ വീട്ടിൽ തന്നെ, അത് പാടില്ല. ഓക്കെ, ബിലാ ഇത്താലത്തിൻ ഫീ മുക്സിൻ, താമസത്തിൽ എന്ത് വരുത്താൻ പാടില്ല, അധികമാക്കാൻ പാടില്ല, നീട്ടാൻ പാടില്ല. ഉർഫൻ, സാധാരണഗതിയിൽ. അലാ ഖദരിൽ ഹാജത്തി, ആ ആവശ്യത്തിന്
സാധ്യമായിട്ടുള്ള സമയത്തേക്കാളും. ഓക്കെ, അതായത് അവിടെ പോയിട്ട് കാശ് ഏൽപ്പിച്ചു കൊടുക്കാനേ ഉള്ളൂ, കാശ് ഏൽപ്പിച്ചു കൊടുത്തങ്ങ് തീരുന്നില്ല, അവിടെ തന്നെ ഇവനങ്ങ് നിൽക്കുകയാണ്, അത് പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അഥവാ വഇൻ അതാല ഫൗഖൽ ഹാജത്തി, ആവശ്യത്തേക്കാളേറെയുള്ള സമയം ഇവൻ ആ ഭാര്യയുടെ അടുത്ത് ചെലവഴിച്ചാലോ, അസ, അവൻ തെറ്റുകാരനാണ്, ലി ജൗരിഹി, അവനിവിടെ അതിര് കടന്നത് കാരണത്താൽ. ഓക്കെ, അവനിവിടെ അതിക്രമം പ്രവർത്തിച്ചത് കാരണത്താൽ. കാരണം പകലിൽ തൻ്റെ ഭർത്താവ് വരുമെന്ന് കാത്തിരിക്കുകയാണ് ഖദീജ. ഇവൻ ഇവിടെ ആയിഷയുടെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഖദീജ അവിടെ മാനം നോക്കി നിൽക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, എന്നു മാത്രമല്ല, ഇനി അഥവാ ഖദീജയുടെ പകലിൻ്റെ അന്ന് ആവശ്യത്തേക്കാളേറെ സമയം ഇവൻ ആയിഷയോടൊപ്പം ചിലവഴിക്കുകയാണ് എങ്കിൽ പിന്നീട് ആയിഷയുടെ ഒരു പകൽ വരാനുണ്ടല്ലോ, ആ ആയിഷയുടെ പകലിൽ അത്രയും സമയം ഇവൻ എന്തു ചെയ്യണം, ഖദീജയുടെ ഒപ്പം സഹവസിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അടുത്തത്. വ ഖളാ വുജൂബൻ, ഇവൻ നിർബന്ധമായിട്ടും ഖളാ വീട്ടണം, ലിദാത്തിൻ നൗബത്തി, ഓക്കെ, ഊഴം ഉടയതായിട്ടുള്ള സ്ത്രീക്ക്, അതായത് ഖദീജയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ എന്തായാലും ഖളാ വീട്ടണം, ബി ഖദ്രി മാ മകസ, അവനിപ്പോൾ ആയിഷയുടെ വീട്ടിൽ താമസിച്ച അത്രയും സമയം കൊണ്ട്, മിൻ നൗബത്തിൽ മദ്ഖൂലി അലൈഹ, ആരുടെ മേലിലാണോ പ്രവേശിക്കപ്പെട്ടത് അവളുടെ ഊഴത്തിൽ നിന്ന് എന്നർത്ഥം. ഓക്കെ, അതായത് ഇനി ആയിഷയുടെ ഊഴം വരാനുണ്ട് ഒരു പകൽ, ആ പകലിൽ എന്തു ചെയ്യണം, ഇപ്പോൾ ആയിഷയുടെ വീട്ടിൽ താമസിച്ച അത്രയും സമയം ഖദീജയുടെ വീട്ടിൽ പോയിട്ട് ഇവൻ നിർബന്ധമായിട്ടും താമസിക്കണമെന്നർത്ഥം. ഓക്കെ, ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത്രത്തോളം സുഖമുള്ള ഏർപ്പാടല്ല എന്നർത്ഥം. ഓക്കെ, ഹാദാ മാഫിൽ മുഹദ്ദബി വഗൈരിഹി, ഇതാണ് മുഹദ്ദബ് എന്ന കിതാബിലും അതല്ലാത്ത ധാരാളം കിതാബിലും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുഹദ്ദബ് എന്നുള്ളത് അബൂ ഇസ്ഹാഖു ഷിറാസി തങ്ങളുടെ കിതാബാണ്. ഓക്കെ, അതായത് ഷിറാസി തങ്ങളുടെ അഭിപ്രായ പ്രകാരം പകൽ സമയത്ത് ആവശ്യത്തിലേറെ സമയം എന്ത് ചെയ്യുകയാണ് എങ്കിൽ ഓവർടേക്ക് ചെയ്തിട്ട് മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത്രയും സമയം എന്തു ചെയ്യണം, ശരിയായിട്ടുള്ള ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് ഖളാ വീട്ടണമെന്നർത്ഥം. എന്നിരുന്നാലും വ ഖളിയത്തു കലാമിൽ മിൻഹാജ് വ റൗലത്തി, ഓക്കെ, മിൻഹാജ്, റൗലത്ത് എന്നീ കിതാബുകളിൽ പറയുന്ന കാര്യത്തിൻ്റെ ഖളിയ, അതിൻ്റെ തേട്ടമാകുന്നത് മിൻഹാജും റൗലയും ബഹുമാനപ്പെട്ട നബവി ഇമാമിൻ്റെ കിതാബുകളാണ്. വഅസ്ലിഹിമ, ഈ രണ്ട് കിതാബിൻ്റെയും മൂലഗ്രന്ഥങ്ങളിൽ പറയുന്ന കലാമിൻ്റെയും തേട്ടം. ഓക്കെ, മിൻഹാജിൻ്റെ മൂലഗ്രന്ഥമാണ് മുഹറർ, റൗലയുടെ മൂലഗ്രന്ഥമാണ് ഷറഹുൽ കബീർ. ഇവ രണ്ടും റാഫിഇ ഇമാമിൻ്റെതാണ് കേട്ടോ. ഓക്കെ, ഏതായാലും അതിൽ പറയുന്ന തേട്ടം ഖിലാഫുഹു, ഇപ്പോൾ മുഹദ്ദബ് എന്നുള്ള കിതാബിൽ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. അതെന്താണ്, ഫീമാ ഇദാ ദഖല ഫിന്നഹാരി ലിഹാജത്തിൻ, ഒരാൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പകൽ സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഭാര്യയുടെ മേൽ പ്രവേശിക്കുകയാണെങ്കിൽ, വ ഇൻ ത്വാല, ആ ആവശ്യത്തിലേക്കാളേറെ സമയം അത് നീണ്ടാലും ശരി, ഫലാ തജിബു തസ്വിയത്തും ഫിൽ ഇഖാമത്തി, അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഖാമത്തിൻ്റെ വിഷയത്തിൽ, താമസിക്കുന്ന വിഷയത്തിൽ സമമാക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല എന്നർത്ഥം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല ഫി ഗൈരിൽ അസ്ലി, അസ്ല് അല്ലാത്ത സമയത്ത്. ഓക്കെ, നമ്മളതിന് മുമ്പ് നഹാർ എന്ന് പറഞ്ഞിരുന്നു, അതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താനാണ് ഫി ഗൈരിൽ അസ്ലി എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് നഹാർ അസ്ല് അല്ലാത്ത അവസരത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നർത്ഥം. കഅൻ കാന നഹാറൻ, ഗൈറുൽ അസ്ലി എന്നുള്ളത് പകൽ ആകുന്നത് പോലെ. ഓക്കെ, ഇനി ഫലാ തജിബു തസ്വിയത്തും ഫിൽ ഇഖാമത്തി, താമസത്തിൽ എന്തു ചെയ്യേണ്ടതില്ല, സമമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഐ ഫി ഖദ്രിഹ, താമസിച്ചിരിക്കുന്ന ആ സമയത്ത്, ആ ഖദ്റിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തസ്വിയത്ത് നടത്തേണ്ട ആവശ്യമില്ല. കാരണം ലി അന്നഹു വഖ്തു തറദ്ദുദി, ഈ ഗൈറുൽ അസ്ലായിട്ടുള്ള നഹാർ എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഖദീജ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എപ്പോൾ വരുമെന്ന് കരുതി ഇങ്ങനെ നിൽക്കത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വഖ്തു തറദ്ദുദാണ് പകൽ സമയം എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ഖളാ വീട്ടൽ നിർബന്ധമില്ല എന്നാണ് ഈ 4 കിതാബിലും പറയുന്നത് എന്നർത്ഥം. ലി അന്നഹു വഖ്തു തറദ്ദുദി വഹുവ യഖില്ലു വ യക്സറു, അതുകൊണ്ട് തന്നെ ഈ സമയം കൂടാം കുറയാം എന്തും ചെയ്യാമെന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഹാജത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രവേശിക്കാവുന്നതാണ്, ലറൂറത്തിൻ്റെ സമയത്ത് രാത്രിയിൽ പ്രവേശിക്കാവുന്നതാണ് എന്നൊക്കെ. വഇൻദ ഹില്ലി ദുഖൂലി,
പ്രവേശിക്കൽ അനുവദനീയമായ സമയത്ത് യജൂസു ലഹു അൻ യതമത്തഅ, അവന് വേണമെങ്കിൽ എന്തു ചെയ്യാവുന്നതാണ്, തൻ്റെ ഭാര്യയുമായിട്ട് സുഖാസ്വാദനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്, ജായിസാണ് എന്നർത്ഥം. എന്നിരുന്നാലും വയഹ്റുമു ബിൽ ജിമാഇ, ഓക്കെ, ഒരു സൂചി കടത്താനുള്ള ഒരു തുള തരുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒട്ടകത്തെ കയറ്റാൻ പാടില്ല. വയഹ്റുമു ബിൽ ജിമാഇ, ജിമാഅ് കൊണ്ടുള്ള തമത്തു ഹറാമാണ്, ബാക്കിയുള്ള എന്ത് കൊഞ്ചലും കുഴയലും ഒക്കെ ജായിസാണ് എന്നർത്ഥം. ഇനി സ്വന്തം ഭാര്യയെ ഒരാൾക്ക് ജിമാഅ് ചെയ്യാൻ പാടില്ലേ, അത് ഹറാമാണോ എന്ന് ചോദിച്ചാൽ ലാലി ദാത്തിഹി, ആ ജിമാഅ് എന്നുള്ളത് കൊണ്ടല്ല ജിമാഅ് ഹറാമായിട്ടുള്ളത്, മറിച്ച് ബല്ലി അംറിൻ ഖാരിജിൻ, ഇതിന് പുറത്തുള്ള മറ്റൊരു കാര്യം കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവിടെ ജിമാഅ് നടത്തുന്നത് സത്യത്തിൽ ഖദീജയുടെ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഖദീജക്ക് അവകാശപ്പെട്ട സമയത്താണ് ഇവൻ ആയിഷയുടെ അടുത്ത് വന്ന് ജിമാഅ് ചെയ്യുന്നത് എന്നത് കാരണത്താലാണ് ഇവിടെ ജിമാഅ് ഹറാമായിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അഥവാ ഇവനങ്ങ് ജിമാഅ് ചെയ്തു എന്ന് വെക്കുക, വലാ യൽസമുഹു ഖളാഉൽ വത്ഇ, ഇനി അഥവാ ഇവൻ ആ സമയത്ത് ആയിഷയെ വത്ഇ ചെയ്തു, ജിമാഅ് ചെയ്തു എന്നാലും ആ വത്ഇന് ഇനി ഖദീജയുടെ അടുത്ത് പോയി ഖളാഅ് വീട്ടേണ്ട ആവശ്യമില്ല, അത് നിർബന്ധമില്ല. കാരണം ലിതഅല്ലുഖിഹി ബിന്നശാത്ത്, കാരണം ചെയ്യടോ എന്ന് പറയുമ്പോഴേക്ക് അങ്ങ് ചെയ്യാനുള്ള കാര്യമില്ല വത്ഇ എന്നുള്ളത്. കാരണം അതിന് കുറച്ച് ഉന്മേഷവും കാര്യങ്ങളും ആ താല്പര്യവും ഒക്കെ ഉണ്ടായാലേ വത്ഇ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വത്ഇ ഇവിടെ ആയിഷയെ ചെയ്താലും പിന്നീട് ചെന്നിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഖദീജയെ വത്ഇ ചെയ്ത് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ലിതഅല്ലുഖിഹി ബിന്നശാത്ത്, കാരണം വത്ഇ നശാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ബൽ യഖ്ലി സമനഹു, ആ ജിമാഅ് ചെയ്ത സമയം എന്തു ചെയ്യണം, ഇവൻ ഖളാ വീട്ടണം. ഇൻ ത്വാല ഉർഫൻ, സാധാരണ സമയത്തേക്കാളും ആ സമയം നീണ്ടുപോയിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവൻ ആയിഷയുടെ വീട്ടിൽ ജിമാഅ് ചെയ്തിട്ടും മറ്റുമായിട്ട് ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയം എന്തു ചെയ്യണം, ഇവൻ ഖദീജയുടെ വീട്ടിൽ പോയി ഖളാ വീട്ടിയിരിക്കണം. അങ്ങനെ ജിമാഅ് നടത്തിയിട്ടുണ്ടെങ്കിൽ ജിമാഅ് ഖളാ വീട്ടണമെന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മുമ്പൊന്ന് സൂചിപ്പിച്ചിരുന്നു, അതായത് നമ്മൾ പറഞ്ഞു ഖസ്മ് നടത്തണം, ഒന്നിലധികം ഭാര്യമാരുണ്ട് എങ്കിൽ നിശ്ചിത സമയം ഓരോരുത്തർക്കും നിർണ്ണയിച്ചു കൊടുക്കണമെന്ന്. അത് എന്ത് ചെയ്യുക, ആയിഷക്ക് 10 മണി മുതൽ 11 മണി വരെ, പിന്നെ ഖദീജക്ക് 12 മണി മുതൽ 1 മണി വരെ, ഇങ്ങനെ ഓരോ മണിക്കൂർ വിട്ടിട്ട് എന്ത് ചെയ്യുക, ഖസ്മ് നടത്തുക. അത് പാടില്ല. മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രിയെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഓക്കെ, ഏറ്റവും കൂടിയത് 3 രാത്രികളാണ്. ഓക്കെ, അതിന് വരാനുണ്ട്. വഅലം, നീ അറിഞ്ഞോ, അന്ന അഖല്ലൽ ഖസ്മി, വീതിക്കുന്നതിൽ ഏറ്റവും കുറവായിട്ടുള്ളത് ലൈലത്തുൻ ലികുല്ലി വാഹിദത്തിൻ, ഓരോ ഭാര്യക്കും ഒരു രാത്രിയാണ് ഏറ്റവും കുറഞ്ഞത്. രാത്രി എന്ന് പറഞ്ഞാൽ വഹിയ മിനൽ ഖുറൂബി ഇലൽ ഫജ്രി, സൂര്യാസ്തമനം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. ഓക്കെ, വ അക്സറുഹു സലാസുൻ, ഓക്കെ, ഖസ്മിൻ്റെ ഏറ്റവും കൂടുതലുള്ളതോ അത് 3 രാത്രികളാണ്. ഫലാ യജൂസു അക്സറു മിൻഹ, ആ 3നേക്കാളും കൂടുതൽ ഒരാഴ്ച സമയം എന്ത് ചെയ്യുക, ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയോടൊപ്പം പൊറുക്കുക, അത് പാടില്ല. അത് ഫലാ യജൂസു അക്സറു മിൻഹ എന്ന് പറഞ്ഞത് ഭാര്യമാരുടെ സമ്മതമില്ലെങ്കിലാണ് കേട്ടോ. ഭാര്യമാരുടെ സമ്മതമുണ്ടെങ്കിൽ എത്രയുമാകാം. വഇൻ തഫറഖന ഫിൽ ബിലാദി, ഭാര്യമാരെല്ലാവരും വ്യത്യസ്ത നാടുകളിൽ ചിതറിക്കിടക്കുകയാണെങ്കിലും ശരി 3 രാത്രികൾ പാടില്ല. ഇല്ലാ ബിലാഹുന്ന, ഈ ഭാര്യമാരുടെ തൃപ്തി കൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ കാസർഗോഡാണ്, മറ്റേ ഭാര്യ മലപ്പുറമാണ്, മറ്റേ ഭാര്യ കോട്ടയത്താണ്, മറ്റേ ഭാര്യ തിരുവനന്തപുരത്താണ്. ഇവനിങ്ങനെ നടന്നങ്ങ് വിവാഹം കഴിക്കുകയായിരുന്നു. ഓക്കെ, എന്നിരുന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, 3 ദിവസത്തിലേറെ ഈ ഭാര്യമാരുടെ സമ്മതമില്ലാതെ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇവൻ ട്രെയിന് കയറി അങ്ങ് കുടുങ്ങുമെന്നർത്ഥം. വഅലൈഹി യുഹ്മലു ഖൗലുൽ ഉമ്മി, വഅലൈഹി, ഈ ഭാര്യമാരുടെ റിളാ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യത്തിൻ്റെ മേൽ യുഹ്മലു ചുമത്തപ്പെടണം. ഖൗലുൽ ഉമ്മി, ഉമ്മ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുള്ള ഖൗല് അതെന്താണ്, യഖ്സിമു മുശാഹറതൻ വ മുസാനഹതൻ, യഖ്സിമു ഒരു ഭർത്താവ് വീതിക്കാവുന്നതാണ്, മുഷാഹറത്തൻ ഷഹ്റൻ വെച്ചിട്ട്, അതായത് ഒരു മാസം ഒരു സ്ത്രീക്ക്, മറ്റൊരു മാസം മറ്റൊരു സ്ത്രീക്ക് എന്ന് വെച്ചിട്ടോ, മുസാനഹത്തൻ അല്ലെങ്കിൽ സനത്തൻ എന്ന് വെച്ചിട്ട്, ഒരു വർഷം മുഴുവനും ഖദീജക്ക്, 2ാമത്തെ വർഷം ആർക്ക്, ആയിഷക്ക്, അങ്ങനെ വെക്കാവുന്നതാണ് എന്ന് ഉമ്മിൽ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ചുമത്തേണ്ടത് ഏതിൻ്റെ മേലിലാണ്, ഭാര്യയ്ക്ക് റിളാ ഉണ്ടാകുമ്പോൾ എന്നുള്ള ഒരു നിബന്ധന കൂടി വെച്ചിട്ടാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മുമ്പ്
അസുലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അതാണ് അടുത്തത്. വൽ അസുലു ഫീഹി, ഖസ്മിൻ്റെ വിഷയത്തിൽ അസുലായിട്ടുള്ള സമയം ലിമൻ ഒരുത്തനിക്ക് അമലുഹു നഹാറൻ, അവൻ്റെ ജോലി എപ്പോഴാണ്? പകൽ സമയത്താണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അസുലായിട്ടുള്ളത് അല്ലൈലു, ലൈലാണ്, രാത്രി സമയമാണ്. ഓക്കെ. ഇനി വൻ നഹാറു ഖബ്ലഹു ഔ ബഅദഹു, ഇനി ആ രാത്രിക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ശേഷമുള്ള പകല്, വഹുവ ഔല, ഈ ശേഷമുള്ള പകല് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു പകല് തബഉൻ, അത് ആ ലൈലിനോട് പിന്തുടർന്ന് വരുന്നതാണ്. അതായത് ലൈലാണ് അസുലായിട്ടുള്ളത്, പിന്നെ അതിന് മുമ്പോ ശേഷമോ ഉള്ള പകലിന് അതിന് തബഅ ആയിട്ടും വെക്കാവുന്നതാണ്. ഖദീജക്കൊരു രാത്രി നിർണയിച്ചു കൊടുത്താൽ ആ രാത്രിക്ക് മുമ്പോ ശേഷമോ ഉള്ള പകല് കൂടി അവൾക്ക് അവകാശപ്പെട്ടതാണ്. ഓക്കെ, ശേഷമുള്ള പകല് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഇനി ഒരാൾ ആദ്യം ആരെ വിവാഹം ചെയ്തിരുന്നു? ഒരു അമത്തിനെ, അടിമ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. പിന്നീട് ഒരു സ്വതന്ത്രയെയും വിവാഹം ചെയ്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എന്തു ചെയ്യണം? രണ്ടു പേരും ഇവൻ്റെ ഭാര്യമാരാണ്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും അവർക്ക് വേണ്ട സമയം ഖസ്മ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ. നമ്മൾ മുമ്പ് എന്ത് പറഞ്ഞിരുന്നു? ഇമാഇന്, അടിമ സ്ത്രീകൾക്ക് ഖസ്മ് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇവൻ വിവാഹം കഴിക്കാത്ത അടിമ സ്ത്രീകളെ സംബന്ധിച്ചാണ്. ഓക്കെ. ഇനി ഭാര്യയായിട്ടുള്ള അടിമ സ്ത്രീകളാണ് എങ്കിൽ അവരുടെ വിഷയമാണ് അടുത്തത് പറയുന്നത്. വലി ഹുറത്തിൻ ലൈലത്താനി വലി ഹുറത്തിൻ ലൈലത്താനി, ഒരാൾക്ക് ഭാര്യയായിട്ട് അടിമ സ്ത്രീയുമുണ്ട് സ്വതന്ത്ര സ്ത്രീയുമുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? സ്വതന്ത്ര സ്ത്രീക്ക് രണ്ട് രാത്രിയും അടിമ സ്ത്രീക്ക് ഒരു രാത്രിയുമാണ് നൽകേണ്ടത്. ഓക്കെ. വലി ഹുറത്തിൻ ലൈലത്താനി, സ്വതന്ത്ര സ്ത്രീക്ക് 2 രാത്രിയാണ് നൽകേണ്ടത്. വലി അമത്തിൻ സുല്ലിമത്ത് ലഹു ലൈലൻ വനഹാറൻ, രാത്രിയിലും പകലിലും ഇവന് വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു അടിമ സ്ത്രീക്ക്, അതായത് ഇവൻ വിവാഹം ചെയ്തിട്ടുള്ള അടിമ സ്ത്രീക്ക് ലൈലത്തുൻ, ഒരു രാത്രിയുമാണ് നൽകേണ്ടത് എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തത് വുജൂബൻ ഫിൽ ഖസ്മി, ഇനി ഖസ്മിൻ്റെ വിഷയത്തിൽ നിർബന്ധമായിട്ടും ഇവൻ തുടങ്ങണം ബി ഖുർഅത്തിൻ, ടോസ് ഇട്ടുകൊണ്ടായിരിക്കണം. ഓക്കെ, നറുക്കിട്ടുകൊണ്ടായിരിക്കണം എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നറുക്കിട്ടുകൊണ്ടാണ് ആരുടെ അടുക്കലേക്കാണ് ആദ്യം പോകേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ടത്. ഓക്കെ. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഖുർഅത്തിൻ ഔ ഗൈരിഹ എന്നല്ലേ, ഖുർഅത്ത് കൊണ്ടോ അതല്ലാത്തത് കൊണ്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഖുർഅത്ത് കൊണ്ട് തന്നെ വെക്കണമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഖുർഅത്ത് വെച്ചിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ? ഭാര്യമാർ അംഗീകരിക്കുന്നുള്ളൂ. ഓക്കെ. എല്ലാ ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് എൻ്റെ അടുത്തേക്കാണ് ആദ്യം വരേണ്ടത് എന്ന് പറയാണ്. ആ അവസരത്തിലാണ് ഖുർഅത്ത് ചെയ്യണം എന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞത്. ഓക്കെ. എല്ലാ ഭാര്യമാരും പറയാണ് ഓക്കെ ഈ ഭാര്യയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഖുർഅത്ത് നടത്തൽ നിർബന്ധമില്ല എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് വലി ജദീദത്തിൻ നകഹ. ഒന്ന് ശ്രദ്ധിക്കുക, ഒരാൾ 1 അല്ലെങ്കിൽ 2 ഭാര്യമാരെ വിവാഹം കഴിച്ചു. ഓക്കെ. ഒരാൾക്ക് ഖദീജയുമുണ്ട് ആയിഷയും ഭാര്യമാരായിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഇവന് മൈമൂനയെ കാണുന്നത്. അപ്പം മൈമൂനയെ കൂടി എന്ത് ചെയ്യണം? വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ മൈമൂനയെ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ അപ്പോൾ ഈ മൈമൂനക്കും ആ വിവാഹം കഴിച്ച ഉടനെ ഒരു രാത്രി നൽകിയാൽ മതിയോ? അതങ്ങനെയല്ല. ഓക്കെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പുതുതായിട്ട് വിവാഹം കഴിക്കുന്ന ഭാര്യയാണ് എങ്കിൽ അവൾ ബിക്കറാണോ അതല്ല സയ്യിബാണോ എന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ അവൾ ബിക്കർ ആണ് എങ്കിൽ തുടർച്ചയായിട്ടുള്ള 7 ദിവസങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്? അവളോടൊപ്പം സഹവസിക്കാവുന്നതാണ്. ഓക്കെ. ആ സമയത്ത് ബാക്കിയുള്ള സ്ത്രീകളൊന്നും മേപ്പെട്ട് നോക്കേണ്ടി വരും. എന്നിരുന്നാലും ഇവള് പുതിയ ഭാര്യയാണല്ലോ എന്ന് വെച്ചുള്ള ഒരു കൺസിഡറേഷനാണ് പറയുന്നത്. ഓക്കെ. ഇനി അഥവാ ഈ മൈമൂന, ഇവന് 3ാമതായിട്ട് ഇപ്പോൾ വിവാഹം ചെയ്തിട്ടുള്ള ആ പുതിയ ഭാര്യ സയ്യിബാണ് എങ്കിലോ അവർക്ക് 3 രാത്രിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞ ഉടനെയാണ് കേട്ടോ പറയുന്നത്, അത് കഴിഞ്ഞ എല്ലാ ദിവസവുമല്ല. അതാണ് അടുത്തത്. ഒന്ന് ശ്രദ്ധിക്കുക. വലി ജദീദത്തിൻ നകഹ, ഇവൻ വിവാഹം ചെയ്തിട്ടുള്ള പുതിയ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. വഫി ഇസ്മതിഹി സൗജത്തുൻ ഫഅക്സറു, ഇവൻ്റെ സംരക്ഷണത്തിലായിട്ട് ഒരു ഭാര്യയോ അല്ലെങ്കിൽ അധികം ഭാര്യയോ ഉണ്ട് എങ്കിൽ ഈ പുതുതായിട്ടുള്ള മൈമൂനക്ക് ജായിസാണ്. ബിക്കിരിൻ, അതുതന്നെ ബിക്കറായിട്ടുള്ള ജദീദത്തിന് അവകാശമുണ്ട്. 7 മിനൽ അയ്യാമി, 7 ദിവസങ്ങൾ അവകാശമായിട്ടുണ്ട്. യുഖീമുഹ ഇൻദഹ, ആ 7 ദിവസങ്ങളിലും ഈ ഭർത്താവ് അവളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. മുത്തവാലിയത്തൻ, അത് തുടരെ. ഓക്കെ. ഏതെങ്കിലും 7 ദിവസമല്ല, ഒരു ആഴ്ച മുഴുവനായിട്ടും അവളെ അങ്ങ് സഹിക്കുക തന്നെ. ഉജൂബൻ,
നിർബന്ധമായിട്ടും. ഓക്കെ, എന്നാൽ ഈ ജദീദത്ത് സയ്യിബാണ് എങ്കിലോ വലി ജദീദത്തിൻ സയ്യിബിൻ, ഇനി മൈമൂന സയ്യിബായിരുന്നുവെങ്കിലോ സലാസുൻ 3 ദിവസങ്ങളാണ് നൽകേണ്ടത്. വിലാഅൻ അത് തന്നെ തുടർച്ചയായിട്ടാണ്. ബിലാ ഖലാഇൻ ഖലാ വീട്ടേണ്ടതില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സ്ത്രീയുടെ ദിവസത്തിൽ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഖലാ വീട്ടണമെന്ന്. പക്ഷേ ഇങ്ങനെ ജദീദത്തായിട്ടുള്ള ബിക്റാണ് എങ്കിൽ 7 ദിവസവും സയ്യിബാണെങ്കിൽ 3 ദിവസവും അത് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പിന്നീട് ബാക്കിയുള്ള ഭാര്യമാർക്ക് അതിൻ്റെ ഖലാ വീട്ടേണ്ടതില്ല എന്നർത്ഥം. വലൗ അമത്തൻ, ഇനി ഇങ്ങനെ വിവാഹം കഴിക്കുന്ന പുതുതായിട്ടുള്ള ഈ മൈമൂനയുണ്ടല്ലോ, മൈമൂന അമത്താണെങ്കിലും ശരി, ഫീഹിമ ഈ 2 കാര്യങ്ങളിലും, അതായത് സയ്യിബാണെങ്കിലും ബിക്റാണെങ്കിലും അമത്തായിട്ടുള്ള ഭാര്യയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിലും 7-3 എന്നത് ഉണ്ടാകും. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സബ്ഉൽ ലിൽ ബിക്രി വ സലാസുൽ ലിസ്സയ്യിബി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സയ്യിബാണ് എങ്കിൽ 3 ദിവസമാണ് എന്ന്. എന്നാലും ആ സയ്യിബിന് ഇപ്പോൾ വിവാഹം ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ കുറച്ചുകൂടി സമയം ചെലവഴിക്കണമെന്ന് ആ സയ്യിബിനൊരാഗ്രഹമുണ്ട് എങ്കിൽ എന്തു ചെയ്യാവുന്നതാണ്? ആ സയ്യിബിനോട് ചോദിക്കുക. വേണമെങ്കിൽ തൻ്റെ അടുക്കൽ ഞാൻ 3 ദിവസം തന്നെ നിൽക്കാം, അല്ല എങ്കിൽ 7 ദിവസം നിൽക്കാം. പക്ഷേ ബാക്കിയുള്ള ആ ഒരു 4 ദിവസമുണ്ടല്ലോ, ആ ഏറെയായിട്ടുള്ള 4 ദിവസം, അത് ബാക്കിയുള്ള ഭാര്യമാർ ഞാൻ ഖലാ വീട്ടും കേട്ടോ എന്നുള്ള ഒരു ചോയ്സ് വേണമെങ്കിൽ ഈ സയ്യിബായിട്ടുള്ള മൈമൂനക്ക് നൽകാവുന്നതാണ്. അത് സുന്നത്താണ് എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക. വയുസന്നു തഖീറു സയ്യിബി, സയ്യിബിന് ചോയ്സ് നൽകൽ സുന്നത്താണ്. ബൈന സലാസിൻ ബിലാ ഖലാഇൻ, ഖലാ ഇല്ലാതെ 3 ദിവസം നിന്റെ കൂടെ ഞാൻ നിന്നോളാം. വസബഇൻ ബി ഖലാഇൻ, അല്ലെങ്കിൽ 7 ദിവസം അത് ഖലാഓട് കൂടെ 7 ദിവസം ഞാൻ നിന്റെ അടുക്കൽ നിൽക്കുകയാണെങ്കിൽ പിന്നീട് നീ കുറച്ചുകൂടി സമയം മാനം നോക്കി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്? തഖീർ നടത്താവുന്നതാണ്. ലിൽ ഇത്തിബാഇ. ഓക്കെ, മുത്ത് നബി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ ബീവിയെ വിവാഹം ചെയ്തപ്പോൾ അവിടത്തോട് ഇങ്ങനെ ചോദിച്ചിരുന്നുവെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് മധുവിധ നാളുകളിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റുഖ്സയെ സംബന്ധിച്ചാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ദീനുൽ ഇസ്ലാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് എന്നുള്ളതുപോലെ ഒരു മയ്യത്തിനെ മറമാടാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവരോടൊപ്പം പോകുന്നതിനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മതമാണ്. പക്ഷേ ഇങ്ങനെ മധുവിധ നാളുകളിൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള സയ്യിബാണെങ്കിൽ 3 ദിവസം, ബിക്റാണെങ്കിൽ 7 ദിവസം. ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രികൾ എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള രാത്രികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രാത്രികളിൽ എന്തു ചെയ്യേണ്ടതില്ല, ഇങ്ങനെ ജമാഅത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകേണ്ടതില്ല എന്നുള്ളതുപോലെ തശ്യീഉൽ മയ്യത്തിന് വേണ്ടിയിട്ട് പോകേണ്ടതില്ല എന്നൊക്കെയാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് പറയുന്നത് ഷെയ്ഖൈനിയാണ്. ഷെയ്ഖൈനി എന്ന് പറഞ്ഞാൽ നവവി, റാഫിഇ ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഇങ്ങനെയുള്ളത്. പക്ഷേ മറ്റു ചില പണ്ഡിതന്മാർ അസ്റഈ ഇമാം, സർകശി ഇമാം എന്നിവരൊക്കെ ഈ ഒരു സമയത്തെ ഇങ്ങനെയൊരു റുഖ്സ നൽകുന്നില്ല. ഏതായാലും ഒന്ന് ശ്രദ്ധിക്കുക, തംബീഹുൻ ഒരു ഉണർത്തലാണ്. ഓക്കെ, യജിബു ഇൻദ ഷെയ്ഖൈനി, നവവി, റാഫിഇ റഹിമഹുല്ലാ ഇവരുടെ അടുക്കൽ നിർബന്ധമാണ്. വഇൻ അതാലൽ അസ്റഈ കസ്സർകശി ഫീ റദ്ദിഹി. ഓക്കെ, അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ അതിനെ റദ്ദ് ചെയ്യുന്ന ആളെ വിവരിക്കുകയാണ്. അസ്റഈ ഇമാം, സർകശി ഇമാമും ഈ ഷെയ്ഖൈനിയുടെ അഭിപ്രായത്തെ റദ്ദ് ചെയ്യുന്നതിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ഈ ഷെയ്ഖൈനിയുടെ അടുക്കൽ നിർബന്ധമാണ് എന്ത്? അയ്യതഖല്ലഫ ലയാലി മുദ്ദത്തി സിഫാഫി. സിഫാഫ് എന്ന് പറഞ്ഞാൽ ഈ മധുവിധ നാളിനെ കുറിച്ചാണ് പറയാം. അതായത് സയ്യിബാണെങ്കിൽ 3 ദിവസവും ബിക്റാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള 7 ദിവസവും. ഈ ദിവസങ്ങളിലെ രാത്രികളിൽ പിന്തൽ നിർബന്ധമാണ്. അന്നഹ്വിൽ ഖുറൂജ് ലിൽ ജമാഅത്തി, ജമാഅത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നത് പോലോത്തതിനെ തൊട്ടും വതശ്യീഉൽ ജനായിസി, ജനാസകളെ പിന്തുടരുന്നതിനെ തൊട്ടും. ഓക്കെ, അതായത് രാത്രികളിൽ മഗ്‌രിബ് നിസ്കാരത്തിനും എന്നുള്ളതുപോലെ ഇശാ നിസ്കാരത്തിനും ജമാഅത്തിന് പുറത്തു പോകേണ്ടതില്ല, അത് പാടില്ല എന്നാണ് ഷെയ്ഖൈനി പറയുന്നത് എന്നർത്ഥം. ഓക്കെ, അത്രയും സമയവും കൂടി ഭാര്യയോടൊപ്പം ആസ്വദിക്കാനാണ് ശരീഅത്ത് പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത്
വഅൻ യുസവ്വിയ ലയാലിയൽ ഖസ്മി, ഇങ്ങനെ വീതിക്കുന്ന രാത്രികളെ സമമാക്കലും നിർബന്ധമാണ്. ബൈനഹുന്ന, ഈ ഭാര്യമാർക്കിടയിൽ, ഫിൽ ഖുറൂജി ലിദാലിക ഔ അദ്മിഹി, ഈ ജമാഅത്തിന് വേണ്ടിയിട്ട്, തശ്യീഉൽ ജനായിസിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അതല്ലാത്ത വിഷയത്തിൽ എന്നർത്ഥം. ഓക്കെ, അതായത് ഖദീജ, ആയിഷ, മൈമൂന, ഇപ്പം നമ്മൾ പറയുന്ന വ്യക്തിക്ക് 3 ഭാര്യമാരുണ്ടല്ലോ. ഓക്കെ, ഈ 3 ഭാര്യമാരിൽ മൈമൂനയെ ഇവൻക്ക് അത്രത്തോളം ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ട് മൈമൂനയുടെ രാത്രികളിൽ എന്ത് ചെയ്യുക, ഇയാൾ രാത്രികളിൽ ജമാഅത്തിന് വേണ്ടിയിട്ട് പോവുക, എവിടെയെങ്കിലും മയ്യിത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക. ബാക്കിയുള്ള ഖദീജയുടെയും ആയിഷയുടെയും ദിവസം ഈ വർത്താനൊന്നുമില്ല, പൂർണ്ണമായിട്ടും ഭാര്യമാരുടെ അടുത്ത് തന്നെ നിൽക്കുക. ഇങ്ങനെ പാടില്ല. ഓക്കെ, അതായത് എല്ലാവരോടും ഇവൻ ചെയ്യുന്ന പ്രവണത സെയിം ആയിരിക്കണമെന്നർത്ഥം. ഓക്കെ, അതാണ് പറയുന്നത് വഅൻ യുസവ്വിയ ലയാലിയൽ ഖസ്മി ബൈനഹുന്ന, ഈ ഭാര്യമാർക്കിടയിലുള്ള ഖസ്മിൻ്റെ രാത്രികളിൽ ഇവൻ സമമാക്കലും നിർബന്ധമാണ്. ഫിൽ ഖുറൂജി ലിദാലിക വ അദ്മിഹി, ഇതിന് വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ പോകാത്ത വിഷയത്തിൽ. ഓക്കെ, പോകുകയാണെങ്കിൽ എല്ലാവരുടെ ദിവസങ്ങളിലും പോകണം, ഇല്ല എങ്കിൽ ഇവൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി എന്നർത്ഥം. ഫയഇസമു, അപ്പോൾ ഇവൻ കുറ്റക്കാരനാകും. ബി തഖ്സീസി ലൈലത്തിൻ വാഹിദത്തിൻ ബിൽ ഖുറൂജി ലിദാലിക, ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുന്നത് കൊണ്ട്, ഒരൊറ്റ രാത്രിയെ പ്രത്യേകമാക്കുന്നത് കൊണ്ട് ഇവൻ കുറ്റക്കാരനാകുമെന്നർത്ഥം. പാവം മൈമൂന, അവൾക്ക് ബാങ്ക് കൊടുത്താൽ എന്താണ്, ഭർത്താവ് ഇപ്പോൾ പോകുമെന്നുള്ള പേടിയാണ്. ഖദീജക്കും ആയിഷക്കോ ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല എന്നുള്ള ഒരവസ്ഥയാണ് എങ്കിൽ അത് ഹറാമാണ്. അതുകൊണ്ട് ഈ ഭർത്താവ് കുറ്റക്കാരനാകുമെന്നർത്ഥം. ഓക്കെ.